എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ചന്ദ്രുവാണ്. ഞാൻ മിഡോസ് സർജിക്കൽ കോട്ടൻ്റെ പ്രോഡക്റ്റ് മാനേജറാണ്. ഇപ്പോൾ നമ്മൾ ഒരു കിടക്കാച്ചി സർജിക്കൽ കോട്ടൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ നമ്മളുടെ കോട്ടന് സർട്ടിഫിക്കേഷൻ ഏതെല്ലാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇന്ത്യയിലെ ISO 13485 CU സർട്ടിഫിക്കറ്റും ഇരിക്കുന്ന ഒറ്റ കോട്ടൺ അത് നമ്മൾ മിഡോസ് സർജിക്കൽ കോട്ടൺ മാത്രമാണ്. ഇങ്ങനത്തെ ഒരു കിടക്കാച്ചി കോട്ടണിന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ കംപ്ലീറ്റ് വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. താങ്കൾ പോയി കാണാം. കാണുന്നത് 100% പ്യൂർ വെർജിൻ ബ്ലീച്ച്ഡ് കോട്ടനാണ് നമ്മൾ കാണുന്നത്. ഇതിലെ എന്താ സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ ഇതിൻ്റെ ഫൈബേഴ്സ് ലോങ്ങായിട്ട് ഇതിനെ ലോങ്ങായിട്ട് ഫൈബേഴ്സ് ഇതിനാലെ നമ്മൾക്ക് എന്ത് ബെനിഫിറ്റ് ആവുമെങ്കിൽ നമ്മൾ ബെനിഫിറ്റായിട്ട് ഉണ്ടാകുമ്പോൾ ലെൻസിയായിട്ട് ലേയേഴ്സ് എടുക്കാൻ പറ്റും. നമ്മൾ പാട്ടുണ്ട് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നോട്ട്സ് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഫിൽറ്റർ ചെയ്യാൻ പോകും. 3 തരത്തിലെയാണ് ഇതിനെ ഫിൽറ്റർ ചെയ്യുന്നത്. ഇങ്ങോട്ട് ചെയ്യുന്ന ഇവിടെ കണ്ടോ ഇതിൻ്റെ ബോൾസ് ഇതെല്ലാത്തിനെയും കംപ്ലീറ്റ് ആക്കി ഫിൽറ്റർ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഈ നിപ്സ് ഇതെല്ലാം ഇവിടെ തന്നെ കംപ്ലീറ്റ് പ്യൂരിഫൈ ചെയ്തതാണ്. ചെയ്തതിൻ്റെ പ്യൂരിഫൈ ആയ വേഗം എയർ വെളിയെ വരുന്ന കോട്ടന് അങ്ങനെ ഇവിടെ നല്ല പോലത്തെ ടൈപ്പ് ഓഫ് ഫിൽറ്റർ ചെയ്ത് നല്ല പൊട്ടിച്ച് ഇവിടെ കോട്ടൺ വന്നിട്ട് ബെഡായിട്ട് മാറുന്നതാണ്. എങ്ങനത്തെ ബെഡായിട്ട് കോട്ടൺ ബെഡായിട്ട് വന്നത് നമ്മൾ ലേയറാக ஸ்ப்ரெட் பண்ண போகும். அந்த லேயர் வந்து ஒரு 30 GSM ஆகிட்டு உண்டாக்குனതാണ്. இது ஒரு லேயர் இது மாதிரியான ஒரு 30 GSM இருக்கிற லேயரில் 80 ரோல் ஆக்கியതിൻ്റെ ശേഷമാണ് നമ്മൾ അത് കോട്ടണിൻ്റെ ബെഡായിട്ട് വന്നിട്ട് ഉണ്ടാക്കാന്ന് ചെയ്യാൻ പോകും. നമ്മൾ അത് കണ്ട് 80 GSM இருக்கிற ലേയേഴ്സ് 80 ലേയേഴ്സാണ് ഇവിടെ കാണുന്നത്. ലെങ്തി ആയിട്ട് നമ്മൾക്ക് കിട്ടും. ഓക്കെ, ആ 80 ലേയേഴ്സിന് തന്നെയാണ് നമ്മൾ വച്ചിട്ട് ഡ്രസ്സിങ് പാഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ഇവിടെ കണ്ട ഈ ഇതിൽ ഈസി ആയിട്ട് ഒരു 6 ലേയേഴ്സ് എടുക്കാൻ പറ്റും. 1 2 3 4 5 6 ഇങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മിനിമം ഒരു 3 ലെയറാണ് വേണ്ടുന്നത് ഉദ്ദേശിക്കുന്നത്. വേറെ ഏത് ബ്രാൻഡ് കോട്ടണിൽ ഇങ്ങനത്തെ ഒരു ലെയർ ഉണ്ടാവുന്നതില്ല. നമ്മളുടെ മിഡോസ് മാത്രമാണ് അത് കിട്ടുന്നത്. ഇവിടെ കണ്ടോ നമ്മളുടെ പെർ ഡേ ഒരു ദിവസത്തിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 10,000 പീസാണ്. സോ ഇങ്ങനത്തെ ഒരു വോള്യൂമെട്രിക് ഇരിക്കുന്ന മാനുഫാക്ചറിങ് ഫെസിലിറ്റിയോടെ ഇരിക്കുന്ന കമ്പനി ഇന്ത്യൻ്റെ മിഡോസ് മാത്രമാണ്. ഇനിയൊരു പ്രാവശ്യം ഞാൻ ഓർമ്മിക്കുന്നത് എന്താണെങ്കിൽ മിഡോസ് കോട്ടൺ മാത്രമാണ് ഇന്ത്യയിലെ ISO 13485 CE സർട്ടിഫിക്കറ്റും ഇരിക്കുന്ന കോട്ടണ്. താങ്ക് യു. നമ്മൾ ഉണ്ടാക്കിയ ആ റോളിനെ എങ്ങനെയാണ് സ്ലൈസ് ചെയ്യുന്നതിനാണ് കാണുന്നത്. ഇവിടെ കണ്ടോ ഇതുമാതിരി ഒരു ഭംഗിയത്തെ കോട്ടൺ എവിടെയും കാണാനോ കഴിയില്ല. റോള് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വൈൻഡിങ് ആയിട്ടുണ്ട് കണ്ടോ.